നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് പള്ളിപ്രവേശനം, മറ്റൊന്ന് സിനിമാ നടി ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖനെ കോടതി കുറ്റവിമുക്തനാക്കി. ഈ രണ്ട് വിഷയങ്ങളാണ്. ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി തന്നെ ഈ ചർച്ചകളിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റിതര വിഭാഗങ്ങൾ പോലും ഈ സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഫാത്തിമ നർഗീസ് എന്നാണ് ആ കുട്ടിയുടെ പേര്, മുനവർ അലി ശിഹാബ് തങ്ങളുടെ. ആ കുട്ടിയുടെ പ്രസംഗം ഒരിക്കലെങ്കിലും കേട്ടാൽ ആ കുട്ടിയുടെ ഫാനായി മാറും എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ നടിയുടെ കേസുമായി ബന്ധപ്പെട്ട് വന്ന കോടതി വിധി, ആ വിധിയുമായി ബന്ധപ്പെട്ട് ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രതികരണങ്ങൾ, അവൾക്കൊപ്പം തന്നെയാണ് ഈ വിധി നേരത്തെ കൂട്ടി ഇങ്ങനൊരു വിധി ഉണ്ടാകുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഇത് മുൻകൂട്ടി രചിച്ച തിരക്കഥയുടെ ഭാഗമായിട്ടുള്ള വിധിയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ദിലീപിന് നീതി ലഭിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവൾക്കൊപ്പമാണ്, അപ്പീൽ പോകും എന്നൊക്കെ പറയുന്നു. അതേസമയം കോൺഗ്രസ് നേതാവായിട്ടുള്ള അടൂർ പ്രകാശ് പറയുന്നത് ദിലീപിന് നീതി ലഭിച്ചു, ദിലീപിലേക്ക് ആ കേസൊക്കെ എത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിനെതിരെ ചില ആളുകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. സ്ത്രീയുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, സ്ത്രീയുടെ യാത്രയായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും, ഇനി ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ടാണെങ്കിലും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോൾ അവൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് സിനിമാ മേഖലയിലുള്ള ചില സ്ത്രീകൾ, അതുപോലെ തന്നെ മറ്റിതര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ രംഗത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. അത്തരത്തിലുള്ള ആളുകൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർ രംഗത്ത് വരാറുണ്ട്. എന്തു പറഞ്ഞ്? സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞു, പ്രാചീനമായിട്ടുള്ള ചില നിയമങ്ങളും അതുപോലെ തന്നെ ചില മത തീരുമാനങ്ങളും ഒക്കെ സ്ത്രീയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ രംഗത്തെത്താറുള്ളത്. അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എനിക്ക് പറയാനുള്ളത് ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്ത്രീയുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പള്ളിയിലേക്ക് പോകേണ്ടതില്ല, സ്ത്രീക്ക് ഉത്തമം സ്ത്രീയുടെ വീടാണ് എന്ന് പറഞ്ഞ ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ സ്ത്രീയുടെ പള്ളിപ്രവേശനം പൂർണ്ണമായും അത് വേണ്ട എന്ന് പറയാനുള്ള കാരണക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആണ് എന്നാണ് ഒരു പണ്ഡിതനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു സ്ത്രീ പള്ളിയിൽ പോയ സമയത്ത് ആ സ്ത്രീക്കെതിരെ എന്തോ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി ആ സ്ത്രീക്ക്. അതിന്റെ ഭാഗമായ വിഷയം ചർച്ചയായപ്പോൾ പള്ളിയിൽ പോകണ്ട എന്നൊരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ ഭരണം ഗാന്ധിജി പോലും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ നേതാവാണ്, ലോകം കണ്ട ഏറ്റവും വലിയൊരു നേതാവാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും അത്തരത്തിലുള്ള ആ ലോകത്തിന്റെ നേതാവ് തന്നെയാണ് ഈ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിൽ എന്തോ ആപത്ത് വരാനിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഉണ്ടായി അത് വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ കാരണക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്നാണ് അന്വേഷിച്ചപ്പോൾ, പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ എന്തായാലും വിശദമായി പറയാൻ മാത്രം ഒന്നുമുള്ള അറിവ് എനിക്കില്ല. ഞാൻ അന്വേഷിച്ച് പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. പിന്നെ ചില ആളുകളൊക്കെ ഇവിടെ ചോദിക്കുന്നു, മക്കയിലെ പള്ളിയിലേക്ക് പോകുന്നത് കൊണ്ട് സ്ത്രീക്ക് എന്തെങ്കിലും വിലക്കുണ്ടോ? മക്കയിലെ പള്ളിയിലേക്ക് പോകാം. അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഈ ചർച്ചയുടെ ഭാഗമായിട്ടാകണം മക്കാമിലേക്ക് പോകാം, ഉറൂസിന് പോകാം എന്നുകൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല, അതൊന്നും തടയാൻ ആരുമില്ല. അതേസമയം പള്ളിയിലേക്ക് പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉടക്ക് വെക്കാൻ ചില ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ച ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ ചെറിയ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മക്കയിലേക്ക് നിർബന്ധമായിട്ടുള്ള ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ പോകുന്നുണ്ട്. നിർബന്ധമായിട്ടുള്ള ഹജ്ജും ഉംറയും ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം വളരെ നിർബന്ധമാണ്. ആ കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതായത് വിവാഹബന്ധം ഹറാമായിട്ടുള്ള ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണം. അതായത് ഈ സ്ത്രീയുടെ ഉപ്പയോ സഹോദരനോ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാകണം എന്നൊരു നിർബന്ധമുണ്ട്. ഇനി നിർബന്ധമായിട്ടുള്ള ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ അത്തരത്തിൽ ആരെയും കിട്ടിയില്ല എങ്കിൽ വിശ്വസ്തരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാകണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ഹജ്ജും ഉംറയും മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. പിന്നീട് ചെയ്യുന്ന ഹജ്ജും ഉംറയും ആണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാവുന്ന സ്ത്രീകളല്ല, വിവാഹബന്ധം ഹറാമായിട്ടുള്ള ഒരു പുരുഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകണം.
ചില വ്യവസ്ഥകളുണ്ട് സ്ത്രീയുടെ യാത്രയുമായി ബന്ധപ്പെട്ട്. മക്കത്ത് പോവുകയാണെങ്കിലും മക്കാമിലേക്ക് പോവുകയാണെങ്കിലും ഇനി എവിടെ പോവുകയാണെങ്കിലും ഹലാലായ യാത്രയായിരിക്കണം. അതായത് അനുവദനീയമായിട്ടുള്ള യാത്ര. തെറ്റിദ്ധരിക്കേണ്ട, ഹലാൽ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. അതായത് അനുവദനീയമായിട്ടുള്ള യാത്രയുടെ ഭാഗമായി ചില വ്യവസ്ഥകൾ ഇവിടെ ഈ വളരെ പ്രാചീനമായിട്ടുള്ള അപരിഷ്കൃതമായിട്ടുള്ള ചില നിയമങ്ങൾ എന്നൊക്കെ ചില ആളുകൾ വിശേഷിപ്പിക്കുന്ന നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ചില വ്യവസ്ഥകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോഴും സ്ത്രീയുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീ പോകുന്ന സ്ഥലത്ത് സ്ത്രീക്കെതിരെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണിത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരാനിരിക്കുന്ന വലിയ ആപത്ത്, വലിയ വിപത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞതിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു നിയമം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇവിടെ ഈ സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അപരിഷ്കൃത നിയമം, പ്രാചീന നിയമം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഈ സിനിമാ നടി അന്ന് ഡ്രൈവർക്കൊപ്പം ഒറ്റക്കായൊന്ന് യാത്ര ചെയ്തിരുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഈ നടി യാത്ര പുറപ്പെട്ടത്. ഒരു കാര്യം ചിന്തിക്കുക, ഈ നടിക്കൊപ്പം ഉത്തരവാദിത്വപ്പെട്ട, വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ ഈ നടിയുടെ സഹോദരനോ പിതാവോ ആരെങ്കിലും കൂടെ യാത്ര ചെയ്തിരുന്നു എങ്കിൽ ഈ നടിക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നു നടിക്കൊപ്പമാണ്, എല്ലാവരും സഹകരിക്കണം, എല്ലാവരും പിന്തുണക്കണം, അവൾക്കൊപ്പം നിൽക്കണം, മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് വല്ലാതെ മുറവിളി കൂട്ടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് പലപ്പോഴും രംഗത്തെത്താറുണ്ട്. എന്തായാലും പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഈ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് മുനവർ അലി തങ്ങളുടെ മകൾ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോക്കടിയിൽ ചില ആളുകളുടെ കമന്റ് ഇത്തരത്തിലുള്ളതാണ്, അവൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതാണോ തങ്ങൾ തിരുത്തിയതാണോ ശരി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അതിനടിയിലാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും ഇവിടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പള്ളിയിൽ പോകേണ്ടതില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഭയന്നത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നു. ഉള്ളതും ഇല്ലാത്തതും ഒക്കെയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ഇല്ലാത്തത് പറയാനാണെങ്കിലും ഇതുപോലെ ഒരുമിച്ച് ചേരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാലേ ഇല്ലാത്തത് പറഞ്ഞാലും അത് നിലനിൽക്കുകയുള്ളൂ. ഇനി അത്തരത്തിലൊരു വിഷയം ഉണ്ടാവണമെങ്കിലും സാഹചര്യം ഒരുങ്ങണം. ആ സാഹചര്യം ഒരുങ്ങാതിരിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ സ്ത്രീയുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാനൊരു കഥ കൂടെ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അത് കഥയാണ്, അതിനെ ആ രീതിയിൽ തന്നെ എടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് ഇവിടെ ദൈവം ഒരുപാട് മാലാഖമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. ഞാൻ പറഞ്ഞു കഥയാണ്, അതിന് അങ്ങനെ തന്നെ കാണണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. എന്തായാലും ഓരോ മാലാഖമാരും അവരുടെ, അതായത് മലക്കുകൾ എന്ന് പറയുന്ന ആളുകൾ അവരുടെ പരാതി ഉന്നയിച്ചു. അതില് നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്നു കാലൻ എന്ന് പറയുന്നു, അറബിയിൽ ഇവിടെ മലക്ക് എന്ന് പറയുമ്പോൾ അസ്രായിൽ എന്നാണ് മലക്കിന്റെ പേര്. ഈ മലക്ക് ദൈവത്തോടൊരു പരാതി ഉന്നയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച ജോലി അതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, വളരെയധികം പ്രയാസമുണ്ട്. എങ്കിലും ദൈവം പറഞ്ഞതായത് കൊണ്ടാണ്, കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം എവിടെ മരിച്ചാലും ഈ കാലൻ ആള് ശരിയല്ല, ഈ കാലൻ കാരണം മരിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ദൈവം പറഞ്ഞു, ഇനി ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വരില്ല. ആളുകൾ മരിച്ചാൽ കാലനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല, അല്ലെങ്കിൽ അസ്രായേലിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ ഇവിടെ കിണറ്റിൽ വീണ് മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു, അറ്റാക്ക് വന്ന് മരിച്ചു എന്നിങ്ങനെയൊക്കെയാണ് ആളുകൾ പറയാൻ സാധ്യതയുള്ളൂ. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യന്റെയും ആയുസ് എന്നാണ് അവസാനിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ദൈവത്തിനുണ്ട്. അതിനനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് ഈ അസ്രായേൽ അല്ലെങ്കിൽ കാലൻ വന്ന് ഇയാളെ കൊല്ലുന്നത്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് ദൈവം കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണത്രേ ഈ കാലനെ ആരും കുറ്റം പറയാത്തത്. അതായത് അറ്റാക്ക് വന്ന് മരിച്ചു, പാമ്പ് കടിച്ചു മരിച്ചു, വിഷം കഴിച്ചു മരിച്ചു, കിണറ്റിൽ വീണ് മരിച്ചു, വണ്ടി ഇടിച്ചു മരിച്ചു എന്നൊക്കെ പറയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് എന്നാണ് ഇവിടെ ചില ആളുകൾ ഒരു കഥയായി അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും ചില ആളുകൾ കഥ അറിയാതെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് തുള്ളിച്ചാടുകയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അബലകളോ ചപലകളോ ഒന്നുമല്ല. സ്ത്രീ സ്വാതന്ത്ര്യം
അത് സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കണം, കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷനെ പോലെയല്ല. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊപ്പം വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാകണം. അവർക്കൊപ്പം അവരുടെ ഉറ്റവരായിട്ടുള്ള ആളുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ നിയമങ്ങൾ ഉണ്ടായതും അതുപോലെ തന്നെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ തർക്കങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടായത് എന്നതാണ് ഞാൻ അന്വേഷിച്ചറിഞ്ഞതിൽ നിന്നും വായിച്ചു പഠിച്ചതിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.